ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു ഫീമെയിൽ ഡോഗുള്ള ആൾക്കാർക്കും അവർക്ക് വളരെയധികം ആഗ്രഹിക്കുന്നതും അതുപോലെ വളരെയധികം സംശയങ്ങളുള്ളൊരു സമയമാണ് ഈ ഡോഗിൻ്റെ ഹീറ്റ് തൊട്ട് അവർ പ്രസവിക്കുന്നതും അവരുടെ പ്രസവ കാലഘട്ടവും അവർ ക്രോസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മളതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒറ്റ വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 2-3 വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഡോഗ് ഹീറ്റ് ആവാറാകുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാവുന്നും അതുപോലെ ഡോഗ് ഹീറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാവുന്നും അതിന് ക്രോസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കണം. നമ്മളൊരു ഡോഗിനെ പപ്പി തൊട്ട് വളർത്തുന്നതാണെങ്കിൽ നമുക്ക് അവർക്കൊരു 7 മാസം 8 മാസം സമയമാകുമ്പോഴത്തേക്കും ഒരു ഹീറ്റ് സൈക്കിൾ നമുക്ക് വരുന്നതായിരിക്കും. അതായത് അവർക്ക് ചെറുതായിട്ടൊരു ബ്ലീഡിങ് ഒക്കെ കണ്ട് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ആ ടൈമിൽ നമ്മൾ ഒരിക്കലും ഒരു ബ്രീഡ് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് അവർ എത്തിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള 6 മാസത്തിൽ അവർ ഹീറ്റ് വരുന്നതായിരിക്കും. അതായത് സെക്കൻഡ് ഹീറ്റ് സൈക്കിൾ വരുന്നതായിരിക്കും. അതായത് അവർക്ക് ഏകദേശം 1.5 വയസ്സോളം ആയിട്ടുണ്ടാവും. ആ ടൈമിൽ വേണം നമ്മളവരെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏകദേശം നല്ലൊരു മെയിൽ ഡോഗിനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടുവച്ചിരിക്കണം. അതായത് മാക്സിമം നമ്മൾ കേസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി വരുന്ന ഡോഗ്സിനെ നമ്മൾ കണ്ടുവയ്ക്കാൻ ശ്രമിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡോഗ് ഹീറ്റാ പറയുന്നത് എങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. ഇവർക്ക് ഏകദേശം 6 മാസം കൂടുമ്പോഴായിരിക്കും ഹീറ്റ് വരുന്നത്. അത് ചില ഡോഗിൻ്റെ ബ്രീഡ് അനുസരിച്ചും അവരുടെ ലാർജ് കാറ്റഗറിയും അത് സ്മോൾ കാറ്റഗറിക്ക് അനുസരിച്ച് അവർക്ക് ഹീറ്റിന് ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടൊക്കെ ഇരിക്കും. ചില ഡോഗ്സ് 4 മാസം ഹീറ്റ് ആവുന്നവരുണ്ട്, ചില ഡോഗ്സ് 8 മാസം വരെ പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡോഗ്സ് ഹീറ്റ് ആവുമ്പോൾ അവർക്ക് കുറച്ച് രോമം കൊഴിച്ചിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ വജൈനയുടെയൊക്കെ അവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വെള്ള കളറിൽ എന്തെങ്കിലും സലൈവയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കളർ കാണാൻ പറ്റും. അതാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത്. ഇതിലിപ്പോൾ ചെറിയ ബ്രൗൺ ഷെയ്ഡ് കളറൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഹീറ്റ് ആവാറായതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ഇവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വജൈനയുടെ ഭാഗം കുറച്ച് തടിച്ചു വരികയും അതുപോലെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് തന്നെ അവരുടെ ബ്ലീഡിങ് വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർ നടന്നു പോകുന്നതോടെയും അതുപോലെ നമ്മൾ വീട്ടിലൊക്കെ വളർത്തി നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് വീടിനകത്ത് വളർത്തുന്നതാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇവർ നടന്നു പോകുമ്പോഴും അതുപോലെ കിടക്കുമ്പോഴൊക്കെ ആ കിടന്നിട്ട് ഏറ്റു പോകുന്ന ഭാഗത്തൊക്കെ ചെറുതായിട്ട് ബ്ലഡ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചില ഡോഗ്സിന് സൈലൻ്റ് ഹീറ്റ് എന്ന സംഭവമുണ്ട്. അതായത് നമുക്ക് അവിടുത്തെ ബ്ലീഡിങ് ഒന്നും കാണാൻ സാധിക്കത്തില്ല, എന്നാൽ ഡോഗ് ഹീറ്റ് ആവുകയും ചെയ്യും. നമ്മളോർക്കും ഡോഗ് ഹീറ്റ് ആവുന്നില്ല എന്ന് നമ്മൾ ഓർക്കും, പക്ഷെ അവർ ആക്ച്വലി ഹീറ്റ് ആവുന്നുണ്ട്. നമുക്ക് സൈലൻ്റ് ഹീറ്റാണ് മനസ്സിലാവാത്തതാണ്. അപ്പം അത് ഡോഗിനെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം അവരെല്ലാം 6 മാസം അല്ലെങ്കിൽ 8 മാസം കൂടുമ്പോൾ ഹീറ്റ് വരുന്നുണ്ട്. നമുക്കത് ബ്ലീഡിങ് ഇല്ലാത്ത നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഈ സൈലൻ്റ് ഹീറ്റ് ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാവുന്നതന്നെയാണ്. കൃത്യമായിട്ട് ഡോഗിനെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ സുഖമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവരുടെ വജൈനയുടെ ഭാഗം ഹീറ്റ് ആവുന്ന സമയത്ത് അതായത് സൈലൻ്റ് ഹീറ്റ് ആണെങ്കിലും അവരുടെ വജൈനയുടെ ഭാഗം കുറച്ച് തടിച്ചു വരികയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഡോഗിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നവരാണെങ്കിൽ സുഖമായിട്ട് മനസ്സിലാവുന്നതാണ്. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ മെയിൽ ഡോഗ് ഉണ്ടായിരിക്കണം. മെയിൽ ഡോഗ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫീമെയിൽ ഡോഗ് സൈലൻ്റ് ഹീറ്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഹീറ്റ് ആവുന്ന സമയത്ത് മെയിൽ ഡോഗിന് അത് മനസ്സിലാവും. മെയിൽ ഡോഗ് കൂടുതലും ഫീമെയിൽ അടുത്ത് അട്രാക്ഷനായിട്ട് ചെല്ലുന്നതും ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഡോഗ്സ് ഹീറ്റ് ആവുന്ന ടൈം നമുക്ക് ഏകദേശം അറിയാമെങ്കിൽ നമ്മൾ ഹീറ്റ് ആവുന്ന മുമ്പ് തന്നെ നമ്മൾ മാക്സിമം വാക്സിനേഷനെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഹീറ്റായതിനു ശേഷം വാക്സിൻ എടുക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഡോഗിൻ്റെ ഹീറ്റ് കണ്ടു കഴിഞ്ഞാൽ അന്ന് തന്നെ മാക്സിമം നമ്മൾ ഡോഗിന് ഡീവാമിങ് ചെയ്തിട്ടില്ലെങ്കിൽ വിരമരുന്ന് കൊടുക്കാൻ ശ്രമിക്കണം. കാരണം നമുക്ക് ക്രോസിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡീവാമിങ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഡോഗിൻ്റെ ഈ പ്രഗ്നൻസി ടൈമിൽ, അതായത് ഹീറ്റ് ടു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഏകദേശം അങ്ങനെ സപ്ലിമെൻറ്റ്സും മെഡിസിൻസും കൊടുക്കേണ്ട വരത്തില്ല. ആകെ നമുക്ക് കൊടുക്കേണ്ട ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഫോളിക് ആസിഡ് എന്ന സപ്ലിമെൻറ്റും അതുപോലെ ന്യൂട്രിജി ടാബ്ലറ്റുമാണ്. അത് നമുക്ക് ഡെയിലി 1 വെച്ചോ 2 വെച്ചോ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 മെഡിസിനും ഡോഗ് ഹീറ്റായി 1-2 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് പ്രഗ്നൻസി ലാസ്റ്റ് ടൈം വരെ നമുക്ക് ഏകദേശം തുടരാവുന്ന മെഡിസിൻ തന്നെയാണിത്. ഇത്രയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മെയിൽ ഡോഗിനെ കണ്ടുപിടിക്കുക. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല കേസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ലൊരു ക്വാളിറ്റി വരുന്ന മെയിൽ ഡോഗിനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഡോഗിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ടത് ഹീറ്റ് തുടങ്ങിയിട്ടൊരു 9ാമത്തെ അല്ലെങ്കിൽ 11ാമത്തെ ദിവസം വരെയാണ്. കാരണം അത് ഓരോ ബ്രീഡ് അനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ വരും. ചെറിയ ബ്രീഡൊക്കെ ആണെങ്കിൽ 9ാമത്തെ ദിവസം നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. വലിയ ബ്രീഡൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10 അല്ലെങ്കിൽ 11ാമത്തെ ദിവസം ക്രോസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ അടുത്തൊക്കെ മൃഗാശുപത്രികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് പ്രൊജസ്ട്രോണൊക്കെ അവിടെ ചെക്ക് ചെയ്ത് നമുക്ക് കറക്റ്റ് ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയ്ക്കകത്ത് എൻ്റെ വീട്ടിൽ തന്നെ മെയിൽ ഡോഗ് ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നിങ്ങൾക്കത് ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാവും. ഫീമെയിൽ ഡോഗ് മെയിൽ ചെല്ലുമ്പോഴത്തേക്കും വാല് സൈഡിലേക്ക് മാറ്റി പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ മനുഷ്യന്മാരായാലും ആ ടൈമിൽ ഫീമെയിലിൻ്റെ മുതുകത്തോ അല്ലെങ്കിൽ ബാക്കിൽ തുടയുടെ അവിടേക്ക് നമ്മൾ പയ്യെ ടച്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ പിടിക്കുമ്പം ഫീമെയിൽ ടൈം ആണെങ്കിൽ ഇതൊരു വാല് സൈഡിലേക്ക് മാറ്റി പിടിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഫീമെയിൽ ക്രോസിങ്ങിന് വില്ലിങ് ആണ് അല്ലെങ്കിൽ ടൈം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആ ദിവസം നമുക്ക് ഡോഗിനെ ക്രോസിങ്ങിന് വേണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്.
അതുപോലെ തന്നെ നമുക്ക് ഇവർ ക്രോസ് ചെയ്യാൻ നേരത്ത് നമുക്ക് 2-3 ക്രോസിംഗ് ഇവർ കൊടുക്കാവുന്നതാണ്. അതായത് 1 ഇടവിട്ട് നമുക്ക് ക്രോസിങ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ 10ാമത്തെ ദിവസം ക്രോസ് ചെയ്യുന്ന ഒരു ഡോഗ് ആണെങ്കിൽ 11ാമത്തെ ദിവസം ചെയ്യിപ്പിക്കാണ്ട് 12ാമത്തെ ദിവസം നമുക്ക് ഒന്നുകൂടി ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതുപോലെ 2 അല്ലെങ്കിൽ 3 ക്രോസിങ് മാക്സ് നമുക്ക് ഡോഗിനെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡോഗിൻ്റെ ക്രോസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവരുണ്ട് ഈ ഡോഗിന് ചെറിയ കയറെ കെട്ടിയിടും. അതുപോലെ തന്നെ ചെറിയ കൂട്ടിൽ ഡോഗിന് ചാടാനോ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനോ ഒന്നും സാധിക്കാത്ത രീതിക്ക് ഡോഗിനെ ഇടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് റിസൾട്ടിനേക്കാളും നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളവരെ അത്ര നാൾ എങ്ങനെയാണ് വളർത്തിയത് ആ രീതിക്ക് തന്നെ വിടുക, അതാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ഡോഗ് ഹീറ്റ് ആവുന്ന എങ്ങനെ മനസ്സിലാക്കാവുന്നതും ഡോഗ് ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാവുന്നതും അതുപോലെ ക്രോസിങ് വരെയുള്ള കാര്യങ്ങളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഡോഗിൻ്റെ വീക്ക് ബൈ വീക്ക് ആയിട്ടുള്ള അവരുടെ പ്രഗ്നൻസി ടൈമിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹസ്കിയുടെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാ ഡോഗ്സിനും ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ബ്രീഡുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.